നടനും മിമിക്രി താരവുമായ നിർമ്മൽ പാലാഴി സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. അത്തരത്തിൽ തനിക്കുണ്ടായ ഒരു ദുരനുഭവത്തെപ്പറ്റി പറഞ്ഞാണ് നടൻ എത്തിയിരിക്കുന്നത്. എന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങി പറ്റിച്ച പെൺകുട്ടിയെ പറ്റിയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിൽ നിർമ്മൽ എഴുതിയിരിക്കുന്നത്. പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിലും പക്ഷെ തനിക്ക് എന്നേക്കുമായി ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയെന്ന് നടൻ പറയുന്നു. കുറച്ചു ദിവസം മുന്നേ എനിക്കുണ്ടായ ഒരു അനുഭവം ഒന്ന് ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നു. ഈ നവംബർ 15-ന് വീട്ടിലെ കിണറ്റിൽ ഒരു നായക്കുട്ടി വീഴുന്നു. അതിനെ എടുക്കാനായി ഇറങ്ങിയ രാജേട്ടന്റെ കൈക്ക് നായക്കുട്ടി കടിക്കുന്നു. രാജേട്ടൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ മൂപ്പരുമായി എൻ്റെ സ്കൂട്ടറിൽ മെഡിക്കൽ കോളേജിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നു. ശേഷം ഒരു മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കുവാൻ പറയുന്നു. എനിക്കാണെങ്കിൽ അന്ന് വൈകുന്നേരം മലപ്പുറം ഒരു പ്രോഗ്രാമിന് പോകാനുണ്ടായിരുന്നു. എന്ത് ചെയ്യുമെന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പിറകിൽ നിന്നൊരു പെൺകുട്ടി "സാർ എന്തു പറ്റി?" ഞാൻ അവരോട് നടന്ന കാര്യം പറഞ്ഞു. യൂണിഫോമൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കഴുത്തിൽ ടാഗ് കെട്ടി നേഴ്സിംഗ് സ്റ്റാഫാണെന്ന് അവൾ സ്വയം പരിചയപ്പെടുത്തി. "ചേട്ടൻ പോയിക്കോ, രാജേട്ടൻ അടുത്ത് ഞാൻ നിന്നോളാം" എന്നവർ പറഞ്ഞപ്പോൾ എനിക്ക് തൽക്കാലം വലിയൊരു ഉപകാരമായി. "എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം" എന്നും പറഞ്ഞു. അവർ എൻ്റെ നമ്പർ വാങ്ങി. അന്ന് രാത്രി ഒരു 7-8 ആയപ്പോൾ അവർ എന്നെ വിളിച്ചു. "സാർ, അവർ ഡിസ്ചാർജ് ആയിട്ടു" എന്ന് പറഞ്ഞു. ഞാൻ അവരോട് ഒരുപാട് നന്ദിയും പറഞ്ഞു, ബൈ പറഞ്ഞു. നവംബർ 28-ന് ഞാൻ പാലക്കാട് ധ്യാൻ, സിജു വിൽസൺ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിൽ ഒരു കുഞ്ഞു വേഷത്തിൽ അവസരം കിട്ടിയപ്പോൾ വന്നതാണ്. അന്നൊരു 4:30-ന് ഈ കുട്ടി വിളിക്കുന്നു. "സാർ, ഞാൻ അന്ന് സാറിനെ ഹെൽപ്പ് ചെയ്ത ആ കുട്ടിയാണ്. സാറ് ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. എനിക്ക് പെട്ടെന്ന് ഒരു 40,000 രൂപ തരുമോ? ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു തരാം." ഞാൻ പറഞ്ഞു, "മോളെ, ഞാൻ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ ചെയ്യുന്നു എന്നല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയൊന്നുമില്ല. മാത്രമല്ല ഉള്ളതെല്ലാം എടുത്തൊരു വീടുണ്ടാക്കുന്നതിൻ്റെ കഷ്ടപ്പാടിലുമാണ്." പക്ഷെ അവർ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തകയോട് ഇല്ലെന്ന് പറയാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കാരണം അവരുടെ ദാനമാണ് എൻ്റെ ജീവിതം. മാത്രമല്ല അവർ ഒരു നേഴ്സാണെന്നാണ് പറഞ്ഞത്. എന്നെ നോക്കിയ നേഴ്സുമാരുടെ ഒരു ഗ്രൂപ്പ് എനിക്കുണ്ട്, എൻ്റെ മാലാഖക്കൂട്ടം. പിന്നെ വേറെ ഒന്നും ചിന്തിക്കാതെ ഞാൻ ക്യാഷ് അയച്ചു കൊടുത്തു. 10, 20, 30, 40 മിനിറ്റുകൾ കടന്നുപോയി. ക്യാഷ് തന്നില്ല. വിളിച്ചു നോക്കിയപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തു കളഞ്ഞു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഷമീർ സാറുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നറിഞ്ഞു. സങ്കടവും ദേഷ്യം വന്ന ഞാൻ പോലീസ് സൗഹൃദം വെച്ച് ഉടൻ തന്നെ പരാതി കൊടുത്തു. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഓഫീസറും പ്രിയ സുഹൃത്തുമായ രഞ്ജിഷ്, മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ സൈബർ സെൽ വിജിത്തേട്ടൻ, അവസാനം അസിസ്റ്റന്റ് കമ്മീഷണർ സിദ്ദിഖ് സാർ. അങ്ങനെ എനിക്ക് പറ്റാവുന്ന ആളുകളെയെല്ലാം ഞാൻ വിളിച്ചു. കാരണം എന്നെ പറ്റിച്ച്, അതും ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളുടെ പേരും പറഞ്ഞ്. അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവസാനം മെഡിക്കൽ കോളേജിൽ ആളെ മനസ്സിലാക്കാൻ ഷമീർ സാറിലൂടെ എനിക്ക് കഴിഞ്ഞു. അവൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഇങ്ങനെയുള്ള ക്രിമിനൽ ഏർപ്പാട് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി. മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വരുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അവരെ വരെ പറ്റിച്ച് ജീവിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കി മാറ്റി നിർത്തുക തന്നെ വേണം. പോലീസ് സഹായത്താൽ കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിലും അവരുടെ കയ്യിൽ നിന്നും ഇന്നലെ എനിക്ക് എൻ്റെ പൈസ കിട്ടി. പൈസ കിട്ടിയെങ്കിലും ഒന്നെനിക്ക് നഷ്ടമായി. ഒരാൾ ഒരു സഹായം ചോദിച്ച് വിളിക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ളൊരു മനസ്സ്, അതെനിക്ക് എന്നേക്കുമായി നഷ്ടമായി. ഇതിലും ഡീറ്റെയിൽ ആയി എഴുതണമെന്നുണ്ടായിരുന്നു. വായിക്കുന്നവർക്ക് ബോറടിക്കുന്നതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. വീട്ടിൽ പട്ടിണിയാണെങ്കിലും പ്രിയപ്പെട്ടവരുടെ ജീവനു വേണ്ടി ദിവസവും മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്ന ആയിരങ്ങളും അവരെ ശുശ്രൂഷിക്കാൻ ജീവിതത്തിന്റെ നല്ലൊരു സമയം മാറ്റിവെക്കുന്ന മനുഷ്യരൂപമുള്ള ദൈവങ്ങളുമുള്ള ഇവിടെ നിന്നും ഇങ്ങനെയുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റട്ടെ.